വളരെ പരിതാപകരമായ ഒരു അവസ്ഥയിൽ എത്തുമ്പോൾ മാത്രം പൊട്ടിത്തെറിക്കുന്ന ഒന്നാണ് ഈ മതത്തിനുള്ളിലുള്ള ഈ പീഡനം. കാരണം മതം എന്ന് പറഞ്ഞ വലിയൊരു ശക്തിയാണ്. മതത്തിനെ പേടിച്ച് കഴിയുന്ന അതിന്റെ അടിമയായിരിക്കുന്ന കന്യാസ്ത്രീ എന്ന് പറഞ്ഞാൽ തന്നെ ഒരു അടിമയാണ്. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ക്രിസ്തുമതത്തിന്റെ തുടക്കം തന്നെ പരിശുദ്ധമായ കന്യാമറിയത്തെ ആരാണ് ഗർഭിണിയാക്കിയത്? അന്ന് മുതൽ ഈ ഗർഭം തുടങ്ങിയിട്ടുണ്ടാവില്ല. അതിലൊന്നും ഉത്തരം കിട്ടിയില്ല എന്നതാണ്. സതി എന്നുള്ളത് അനാചാരമായിട്ട് ഇന്ത്യയിലും പരിസര രാജ്യങ്ങളിൽ നിലനിന്നിരുന്നു. യഥാർത്ഥത്തിൽ ഹിന്ദുമതത്തിന്റെ വ്യക്തമായ അടിത്തറ അതിനുണ്ട് എന്നുള്ളതാണ്. ഹിന്ദുമത പുരാണങ്ങളിൽ കടന്നു കഴിഞ്ഞാൽ സതി എന്ന് പറയുന്ന ഒരു ദേവി തന്നെ ഉണ്ട്. ദക്ഷന്റെ മകൾ സതി തപസ് ചെയ്യുകയും ശിവനെ ഭർത്താവായി കിട്ടാൻ വേണ്ടി തപസ് ചെയ്യുകയും അവസാനം ശിവൻ പ്രസാദിച്ചുകൊണ്ട് കല്യാണം കഴിക്കുകയും ചെയ്തു. അതിനുശേഷം സുഖജീവിതം നഴിച്ചു വരുമ്പോൾ ദക്ഷന്റെ രാജകൊട്ടാരത്തിൽ ഒരു യാഗം നടത്തുമ്പോൾ എല്ലാ ദേവന്മാരെ വിളിക്കുകയും ശിവനെ മാത്രം ശ്മശാനവാസി എന്ന് അധിക്ഷേപിച്ചുകൊണ്ട് വിളിക്കാതിരിക്കുകയും ചെയ്തു. എന്നിട്ട് ഈ സതിയുടെ പ്രേരണയിൽ ശിവനവിടെ വന്നപ്പോൾ അപമാനിച്ച് അവിടുന്ന് പുറത്ത് വിടുന്നു. അതിൽ മനംതൊണ്ടുകൊണ്ട് ഭർത്താവിന് നേരിട്ട അപമാനത്തിൽ മനംതൊണ്ടുകൊണ്ട് സ്വയം അഗ്നിയിൽ എരിഞ്ഞ് ചാരമാവുകയാണ് സതി ചെയ്തത്. ആ സതിയുടെ റീഇൻകാമേഷനാണ്, പുനരവതാരണമാണ് പാർവതി എന്ന് പുരാണങ്ങൾ പറയുന്നത്. അതിന്റെ മതപരമായിട്ടുള്ള പുരാണത്തിലെ അടിത്തറയാണ്. ഭർത്താവിനോടുള്ള ഒരു അറ്റാച്ച്മെന്റ് മരണാന്തര ജീവിതത്തിൽ കാണിക്കുക എന്നുള്ളൊരു ലക്ഷ്യമാണ് ഈ സതി ചെയ്യുന്നത്. അതായത് ഒരു പാതിവൃത്യത്തിന്റെ അങ്ങേ അറ്റത്തുള്ള ഒരു പ്രാക്ടീസ് ആയിട്ടാണ് അതിനെ കണ്ടുവരുന്നത്. പ്രത്യേകിച്ച് അത് രജപുത്ര സമുദായത്തിലാണ് കൂടുതലും ഉണ്ടായിരുന്നത്. ഹിന്ദുമതത്തിൽ തന്നെ പെട്ടതാണ്. ഹിന്ദുമതത്തിൽ പരക്കെ ഉണ്ടായിരുന്നെങ്കിൽ കൂടുതൽ സ്ട്രിക്റ്റ് ആയിട്ട് നടത്തിയിരുന്നത് അവരിലായിരുന്നു. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഈ രാജാറാം മോഹൻ റോയ് എന്ന് പറയുന്ന ആള് ഫാദർ ഓഫ് ഇന്ത്യൻ റിനൈസൻസ് ആണ്. ഇന്ത്യൻ നവോത്ഥാന പ്രസ്ഥാനത്തിന്റെ പിതാവായിട്ട് തന്നെ കാണുന്ന ഒരാളാണ്. അദ്ദേഹമാണ് 1772 മുതൽ 1823 വരെ ജീവിച്ചിരുന്ന ആളാണ്. ബ്രഹ്മസമാജം എന്ന് പറയുന്ന റിനൈസൻസ് മൂവ്മെന്റ് സ്ഥാപിച്ചുകൊണ്ട് അനാചാരങ്ങൾക്കും അന്ധവിശ്വാസങ്ങൾക്കെതിരെ കാസ്റ്റ് സിസ്റ്റം അടക്കം ജാതി വ്യവസ്ഥ അടക്കമുള്ളതിനെതിരെ അദ്ദേഹം പോരാടിയിരുന്നു. ജനങ്ങളിൽ ഒരുപാട് അവബോധം സൃഷ്ടിച്ചിരുന്നു. അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് അന്നത്തെ ബ്രിട്ടീഷ് സർക്കാർ ഇത് മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയും അടിസ്ഥാനപരമായിട്ട് വിഗ്രഹാരാധന കൂടിയും ഈ രാജാറാം മോഹൻ റോയ് എതിരായിരുന്നു. അന്ന് തന്നെ ഒരു ഉയർന്ന തലത്തിലുള്ള ഒരു അവബോധം ഉണ്ടായിരുന്ന ഒരാളാണ്. രവീന്ദ്രനാഥ് ടാഗോർ അടക്കം അദ്ദേഹത്തിന്റെ ബ്രഹ്മസമാജത്തിലുണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹം നടത്തിയ പ്രവർത്തനത്തിന്റെ സാമൂഹ്യ അവബോധത്തിന്റെ ഫലമായിട്ട് ഈ ഒരു ദുരാചാരം ഇന്ത്യയിൽ നിയമം കൊണ്ട് ബ്രിട്ടീഷുകാരാണ് നിരോധിച്ചത്. അന്ന് അതിനെതിരെ സമരം ഉണ്ടായിരുന്നു. ഇത് നമ്മുടെ ശാസ്ത്രമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ സമരം നടത്തിയത് ഹിന്ദുമതത്തിന്റെ പക്ഷത്തുള്ള ആളുകൾ തന്നെയായിരുന്നു. ഏതൊരു അനാചാരം ഇവിടെ നിരോധിച്ചത് മതപരിഷ്കരണത്തിന്റെ ഭാഗമായിട്ട് വന്ന അവബോധം കൊണ്ടും പിന്നെ നിയമം കൊണ്ട് നിരോധിച്ചതാണ്. അതായത് മതത്തിലെ ഏത് മതമാണെങ്കിലും ആ മതത്തിന്റെ ആൾക്കാർ, പുരോഹിതന്മാർ ഒരു സുപ്രഭാതത്തിൽ നമുക്ക് ഈ സതി അല്ലെങ്കിൽ മറ്റേ ഇപ്പം മുത്തലാഖ് നിരോധിച്ചല്ല, മുത്തലാഖ് ഒരു അനാചാരമാണ് എന്ന് നമുക്കങ്ങ് തീരുമാനിച്ചിട്ട് നമുക്ക് ഇനി മുതൽ വേണ്ട എന്ന് പറഞ്ഞ് നിരോധിച്ചല്ല. ഇതൊക്കെ സാമൂഹ്യ പ്രക്ഷോഭത്തിന്റെ ഭാഗമായിട്ടും അല്ലെങ്കിൽ ഭരണ സംവിധാനത്തിന്റെ ഇടപെടലിന്റെ ഭാഗമായിട്ടാണ് എല്ലാ മതാചാരങ്ങളും ഇവിടെ നിരയിക്കുന്നത്. എപ്പോഴൊക്കെ ഈ ഇത്തരത്തിലുള്ള നടപടികൾ എടുക്കുന്നു അന്നൊക്കെ അതിനെതിരെ മതത്തിന്റെ പക്ഷത്തിൽ നിന്ന് സമരം നടത്തിയിരുന്നു. ഇവിടെ ജാതി വ്യവസ്ഥക്കെതിരെ സമരം നടത്തിയിരുന്നു. എന്തൊക്കെ സംഭവം ഇവിടെ നടന്നു അതിനൊക്കെ ഇവിടെ സമരം നടത്തിയിരുന്നു മതത്തിന്റെ പക്ഷത്ത് നിന്ന്. ഇപ്പൊ തന്നെ ഈ അച്ഛനെ അറസ്റ്റ് ചെയ്ത സമയത്ത് നമ്മൾ കാണുന്നുണ്ട് വളരെ കൃത്യമായിട്ടുള്ള തെളിവുകൾ ഉണ്ടായിട്ടും അദ്ദേഹം വളരെ കളവ് പറഞ്ഞ് പിടിച്ചിരിക്കുകയാണ്. എന്നിട്ടും സഭ പറഞ്ഞ എന്താണ്? അവസാനം സഭ പറഞ്ഞത് ഒരു TV-യിൽ റിപ്പോർട്ട് ചെയ്തത് കന്യാസ്ത്രീകളുടെ സമരത്തിന് പിന്നിൽ യുക്തിവാദികൾ. കാരണം യുക്തിവാദികൾ സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. കന്യാസ്ത്രീകളല്ല, നാളെ സന്യാസിമാരും അമൃതാനന്ദമയിന്റെ ടീമാണെങ്കിൽ ഏത് ടീമിനാണെങ്കിലും സാമൂഹ്യപരമായിട്ടുള്ള അസമത്വം അവകാശം നിഷേധിക്കപ്പെടുന്ന എല്ലാം തന്നെ യുക്തിവാദികൾ സപ്പോർട്ട് കൊടുക്കാറുണ്ട്. പ്രൊമോട്ട് സയന്റിഫിക് ടെമ്പർ മാത്രമല്ല, അതിൽ ഭരണഘടനയിൽ പറയുന്ന ഈ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഓഫ് ദ സിറ്റിസൺ അല്ലെങ്കിൽ മൗലിക അവകാശങ്ങൾ, ഇതിനെതിരെയുള്ള എല്ലാ ലംഘനങ്ങൾക്കെതിരെയും സാമൂഹ്യ അവബോധമുള്ള എല്ലാവരും, യുക്തിവാദികൾ പ്രത്യേകിച്ച് പറയേണ്ടതില്ല, സാമൂഹ്യ അവബോധമുള്ള എല്ലാവരും തന്നെ അതിന് പിന്തുണ കൊടുക്കുന്നില്ലാണ്. ഇവിടെ തന്നെ ചിലയാള് പറഞ്ഞിരുന്നു, ഇത്രയും കാലമായിട്ട് പീഡിപ്പിച്ച ഒരു കന്യാസ്ത്രീ എന്തുകൊണ്ടാണ് ഇപ്പോൾ രംഗത്ത് വന്നത്?
സമ്മതത്തോടെ ലൈംഗിക ബന്ധം നടന്നു തന്നെ വരിക. ഒരു 10 പ്രാവശ്യം സമ്മതത്തോടെ ലൈംഗിക ബന്ധം നടന്നാൽ തന്നെ 11ാമത്തെ തവണ ലൈംഗികമായിട്ട് ബന്ധപ്പെടാനുള്ള ലൈസൻസ് അല്ല അത് എന്നുള്ളത് മനസ്സിലാക്കണം. എൻ്റെ ശരീരം എൻ്റെ അവകാശമാണ്. എൻ്റെ ഒരു താല്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഒരു ലൈംഗിക ബന്ധത്തിന് ഒരു സമയത്ത് താല്പര്യം അല്ലെങ്കിൽ സമ്മതം കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കാലാകാലം റേപ്പ് ചെയ്യാനുള്ള അല്ലെങ്കിൽ ബലാത്സംഗം നടത്താനുള്ള സമ്മതമല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത്തരത്തിലുള്ള ഒരു സാമൂഹ്യ അവബോധമില്ലാത്ത ഒരു ആൾക്കൂട്ടത്തിനോ അല്ലെങ്കിൽ വ്യക്തികൾക്കോ ചിലപ്പോൾ അങ്ങനെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു ചോദ്യം വലിയൊരു സംഭവമായിട്ട് തോന്നിയേക്കാം. അവരുടെ സമ്മതത്തോ ഉണ്ട് എന്നുള്ള യാതൊരു ഉറപ്പുമില്ല. ഉണ്ടെങ്കിൽ തന്നെ കന്യാസ്ത്രീൻ്റെ ഒരു മതം എന്നുള്ള ഒരു വലിയൊരു സംഭവം, ഭീഷണി, അങ്ങനെയുള്ള എല്ലാ ഇതിൻ്റെയും ഇടയിൽപ്പെട്ടുകൊണ്ട് പല കാര്യങ്ങൾ ഇന്നും മൂടി വെക്കുന്നുണ്ട്. വളരെ പരിതാപകരമായ ഒരു അവസ്ഥയിൽ എത്തുമ്പോൾ മാത്രം പൊട്ടിത്തെറിക്കുന്ന ഒന്നാണ് ഈ മതത്തിനുള്ളിലുള്ള ഈ പീഡനം. കാരണം മതം എന്ന് പറഞ്ഞ വലിയൊരു ശക്തിയാണ്. മതത്തിനെ പേടിച്ച് കഴിയുന്ന അതിൻ്റെ അടിമയായിരിക്കുന്ന കന്യാസ്ത്രീ എന്ന് പറഞ്ഞാൽ തന്നെ ഒരു അടിമയാണ്. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ക്രിസ്തുമതത്തിന്റെ തുടക്കം തന്നെ പരിശുദ്ധമായ കന്യാമറിയത്തെ ആരാണ് ഗർഭിണിയാക്കിയത്? അന്ന് മുതൽ ഈ ഗർഭം തുടങ്ങിയിട്ടുണ്ട് അവിടെ. അതിൽ നിന്ന് ഉത്തരം കിട്ടിയില്ല എന്നതാണ്.